ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് നിസാൻ എന്ന വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യൻ മാർക്കറ്റിലൂടെ അവതരിപ്പിച്ച ഒരു ലക്ഷറി സെഡാനായ നിസാൻ ടെനയാണ്. ടെനയെ പറ്റി പറയുമ്പോൾ 2007 ഈ ഒരു മോഡൽ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂ ആവുന്നത് 2014 ഏതാണ്ട് 7 വർഷ കാലയളവിലായിരുന്നു ഈ ഒരു മോഡൽ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വിറ്റഴിക്കപ്പെട്ടിരുന്നത്. ഈ ഒരു വാഹനത്തെ പറ്റി പറയുമ്പോൾ ഒരു പ്രീമിയം ലക്ഷറി സെഡാൻ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു നിസാൻ ഈ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ത്യൻ മാർക്കറ്റിൽ അത്രത്തോളം ജനപ്രീതി നേടിയ ഒരു മോഡൽ അല്ലെങ്കിൽ കൂടി GCC രാജ്യങ്ങളിലും മലേഷ്യ, സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ പ്രീമിയം സെഡാൻ സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല ഒരു സെയിൽ കൈവരിച്ച ഒരു മോഡലായിരുന്നു ടെന. ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കിയപ്പോൾ നിസാൻ എന്ന് പറയുന്ന ബ്രാൻഡിന് അത്രത്തോളം ഒരു ജനപ്രീതി അക്കാലങ്ങളിൽ ഇല്ലാത്തതും ഒരു കാരണമായിരുന്നു. പിന്നെ ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം നല്ലൊരു ഓൺ റോഡ് പ്രൈസും അക്കാലത്തും ഉണ്ടായിരുന്നു. ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് സ്കോഡ ഒക്ടാവിയ, സ്കോഡ സൂപ്രബ്, ടൊയോട്ടയുടെ ക്യാമറി പോലുള്ള മോഡലുകളുമായിരുന്നു ഈ ഒരു മോഡൽ കോമ്പീറ്റ് ചെയ്യപ്പെട്ടത്. ഈ ഒരു മോഡൽ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഡിസൈൻ നോക്കുമ്പോൾ ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു സെഡാൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഡിസൈനിങ് എലമെന്റ്സിന്റെ നോക്കുമ്പോൾ സെൻട്രലായിട്ട് തന്നെ അത്യാവശ്യം വളരെ വലിയൊരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. അതിനൊരു ക്രോം ഇൻസേർട്ട് ത്രൂ ഔട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. സെൻട്രലായിട്ട് തന്നെ നമ്മുടെ ഒരു നിസാന്റെ ലോഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന്റെ ഹെഡ്ലാമ്പിന്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ സെനോൺ സെറ്റപ്പിൽ വന്നിരിക്കുന്ന ഒരു ഹെഡ്ലാമ്പാണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്കൊരു പ്രൊജക്ടറിനുള്ള ഒരു സെറ്റപ്പ് കൂടി കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. അത്യാവശ്യം വളരെ വലിയൊരു ഹെഡ്ലാമ്പ് ആ ഒരു ഡിസൈനിങ്ങിന് തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മൊഡ്യൂളിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബമ്പറിന്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഫോഗ് ലാമ്പിനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറയും. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ഹയർ വേരിയൻസ് നമുക്ക് ഹെഡ്ലാമ്പിന്റെ വാഷനുള്ള ഒരു മൊഡ്യൂള് കൂടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോണറ്റിന്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ ആ ഒരു ബോണറ്റിൽ എംബഡഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഗ്രില്ലിന്റെ എല്ലാം ഒരു മൗണ്ടിങ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ബോണറ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സൈഡിൽ നിന്നുള്ള ഒരു ഫെൻഡറിന്റെ ഏരിയയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ ടേൺ ഇൻഡിക്കേറ്റർ ഉള്ള ഒരു ലാമ്പ് വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു വാഹനത്തിന്റെ ടയർ സൈസിലോട്ട് നോക്കുമ്പോൾ 205/165R16 ഇഞ്ചിന്റെ ട്യൂബ്ലെസ് ടയേഴ്സും അതുപോലെ തന്നെ 16 ഇഞ്ചിന്റെ ഒരു അലോയ് വീലുമാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ഹയർ വേരിയന്റിന് 15 ഇഞ്ചിന്റെ തന്നെ 17 ഇഞ്ചിന്റെ ഒരു അലോയ് വീൽ ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിന് ഫ്രണ്ടിൽ വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്ക് ആണ് വന്നിരിക്കുന്നത്. ആ സൈഡിൽ നിന്നുള്ള ഒരു ഡിസൈൻ നോക്കുമ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു സെഡാൻ ആണെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പില്ലറിന്റെ എല്ലാം ഒരു ഡിസൈനിങ് നോക്കുന്നെങ്കിൽ ഒരു ഒറ്റ മൊഡ്യൂളായിട്ട് അത് സ്ട്രെച്ച് ചെയ്ത രീതിയിലാണ് അതിൻ്റെ എല്ലാം ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഗ്ലാസ് ഏരിയയുടെ ഏരിയയിലോട്ട് നോക്കുമ്പോൾ പ്രീമിയം സെഡാനുകളിൽ എല്ലാം വരുന്നത് പോലെ വിശാലമായ ഒരു ഗ്ലാസ് ഏരിയ വന്നിരിക്കുന്നു എന്ന് പറയാം. അതിൻ്റെ ബോർഡേഴ്സിൽ ത്രൂ ഔട്ട് നമുക്ക് ഒരു ക്രോം ഇൻസേർട്ട് കൂടി കാണാൻ പറ്റുന്നതാണ്. ഡോർ ഹാൻഡിലുകളുടെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ അതിനൊരു ക്രോം ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. അതിൽ തന്നെ നമുക്ക് റിക്വസ്റ്റ് സെൻസറിനുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ഡോറിന്റെ താഴെ വന്നിരിക്കുന്ന ആ ഒരു എലമെന്റിൽ കൂടി ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വളരെ മനോഹരമായ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൂടി കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. ഫ്രണ്ടിൽ കണ്ട അതേ ഒരു ടയർ സൈസ് തന്നെയാണ് ബാക്കിലും വന്നിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിന് ബാക്കിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ നിന്നുള്ള ലുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം വളരെ വലിയൊരു ടെയിലാമ്പ് തന്നെയാണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത്. ബാക്കിൽ നിന്നുള്ള ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് നിസാൻ സണ്ണിയുടെയൊക്കെ ഒരു ടച്ച് എവിടെയൊക്കെ ഈ ഒരു എലമെന്റ്സിലെല്ലാം ഫീൽ ചെയ്യുന്നതാണ്. ഇവിടെ ടെന എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബാഡ്ജിങ്ങും സെൻട്രലായിട്ട് നിസാന്റെ ബാഡ്ജിങ്ങും ഈ സൈഡിലായിട്ട് 230 JM ഇതിന്റെ മോഡൽ സൂചിപ്പിക്കുന്ന ബാഡ്ജിങ്ങും പിന്നെ V6 ഈ ഒരു വാഹനത്തിന് V6 സിലിണ്ടർ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. ബമ്പറിലും നമുക്ക് ഇവിടെ ഒരു ക്രോം ഇൻസേർട്ടിനുള്ളൊരു മൊഡ്യൂള് വന്നിട്ടുണ്ട്. ഹയർ വേരിയൻസിന് ചെറിയൊരു സ്റ്റോപ്പ് ലാമ്പ് കൂടി ബമ്പറിൽ ഇൻസേർട്ട് വരുന്നതാണ്. പിന്നെ ഈ ഒരു വാഹനത്തിന് ബാക്കിൽ 2 എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ടിപ്പിനെല്ലാം ഒരു ക്രോം ഇൻസേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ഗ്ലാസ് ഏരിയയുടെ ഏരിയയിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വളരെ വലിയൊരു ഗ്ലാസ് ഏരിയയാണ്. പക്ഷെ അത് അത്യാവശ്യം നല്ല എയറോഡൈനാമിക് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. അതിൽ തന്നെ നമുക്ക് ഡീഫോഗനുള്ള ഒരു സ്ട്രിപ്പുകളെല്ലാം പോയിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഷാർപ്പ് ആൻറ്റിന കൂടി കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. ഈ ഒരു മോഡലിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു എഞ്ചിനാണ്. നമുക്ക് ആ എഞ്ചിൻ റൂം ഒന്ന് കാണാം. ഹൈഡ്രോളിക് സ്റ്റഡിലാണ് ഇതിൻ്റെ ആ ഒരു ബോണറ്റിൻ്റെ എല്ലാം ഒരു മൗണ്ടിങ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ബെൻസിൻ്റെ മോഡലിലെല്ലാം വന്നിരിക്കുന്ന പോലെ അത്യാവശ്യം നല്ലൊരു 85 ആംഗിൾ തന്നെ ഈ ഒരു ബോണറ്റ് ഓപ്പൺ ആയിരിക്കുന്നു എന്ന് പറയാം. ആ ഒരു ഗ്രില്ലിൻ്റെ സെക്ഷന് കൂടി ഈ ഒരു ബോണറ്റിൻ്റെ കൂടെ തന്നെ അങ്ങ് ഓപ്പൺ ആയി പോകുന്നുണ്ട്. എഞ്ചിൻ്റെ ടോപ്പിലായിട്ടുള്ള ഒരു കവറിലോട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ നിസാൻ്റെ ഒരു
ബാഡ്ജിങ് ആണ്. ടോപ്പിലായിട്ട് V6 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലേബലിംഗ് കൂടി കൊടുത്തിരിക്കുന്നു എന്ന് പറയും. ഈ ഒരു എഞ്ചിന്റെ അറേഞ്ച്മെന്റിനെ പറ്റി പറയുമ്പോൾ V ഷേപ്പിലാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു അറേഞ്ച്മെന്റ് വന്നിരിക്കുന്നത്. അതിന്റെ ബ്ലോക്ക് എല്ലാം നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അത് ഈ ഒരു ഷീൽഡ് വന്നുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. ഒരു DO വെച്ച് ഡബിൾ ഓവർ ഹെഡ് ക്യാമ സെറ്റപ്പിലാണ് ഈ ഒരു എഞ്ചിന്റെ ആ ഒരു ഹെഡിന്റെ എല്ലാം ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിലിണ്ടറിൽ 4 വാല്, അങ്ങനെ 24 വാല് വന്നിരിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫൺ ടു ഡ്രൈവും അതുപോലെ തന്നെ റിലയബിളും ആയിട്ടുള്ള ഒരു എഞ്ചിനായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് കിട്ടുന്ന ഒരു ആവറേജ് മൈലേജ് 10 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്ന ഒരു മൈലേജ്. ഒരു V6 എഞ്ചിന് അതൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു എയർ ഇൻടേക്കിന്റെ ഒരു പ്രൊവിഷൻ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് കൊടുത്തിരുന്നത്. ആ ഒരു ഗ്രില്ലിന് പാരലായിട്ട് വന്നിരിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ജാപ്പനീസ് ഫോണ്ടിനുള്ളൊരു പോർഷൻ സ്റ്റിക്കർ എല്ലാം കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. ഈ വശത്തായിട്ടാണ് ഈ ഒരു വാഹനത്തിന്റെ എയർ ഫിൽട്ടർ ബോക്സിന്റെ എല്ലാം ഒരു പൊസിഷൻ വന്നിരിക്കുന്നത്. അതിന്റെ തൊട്ട് വശത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ബാറ്ററിയും അതിന്റെ തൊട്ട് സൈഡിലായിട്ട് ECMും ഇവിടെ ആയിട്ട് ഒരു ഓയിൽ ലെവലിനുള്ള ഒരു ഡിപ്സ്റ്റിക്ക് കൂടി കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. അത്യാവശ്യം നീറ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ബേ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല ടൂണിങ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു എഞ്ചിനാണിത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു മോഡലും ഈ അത്രത്തോളം സജീവമായിട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി അറിവില്ലാത്തതാണ്. GCC കൺട്രീസിലായാലും ഒരുപാട് പേര് ഈ ഒരു വാഹനത്തിന് മേളിലും ഒരുപാട് ആൾട്രേഷൻ വർക്കുകളെല്ലാം ചെയ്യുന്നതാണ്. നമുക്കിനി ഈ ഒരു എഞ്ചിൻ ബേ ക്ലോസ് ചെയ്യാം. ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു മോഡലിലെ ഇന്റീരിയറിന്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ലക്ഷറി ഫിനിഷിങ്ങിലാണ് നിസാൻ ഈ ഒരു മോഡലിന്റെ എല്ലാ എലമെന്റ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് പറയാം. നമ്മൾ ആ ഡാഷ്ബോർഡിന്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വുഡൻ ട്രിം ഇൻസേർട്ടുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സെൻട്രലായിട്ട് തന്നെ ചെറിയൊരു ഇൻഫോടൈമിനുള്ള ഒരു പ്രൊവിഷന് കൂടി കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. അതിന് തൊട്ട് താഴെയായിട്ടാണ് ഈ വാഹനത്തിന്റെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിനുള്ള എലമെന്റ്സ് എല്ലാം വന്നിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിന്റെ ഏരിയയിലോട്ട് നോക്കുമ്പോൾ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത്. അക്കാലത്ത് ഒരു 6 SRS എയർ ബാഗുകൾ ഈ ഒരു മോഡലിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നിസാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഹയർ വേരിയൻസിന് ക്രൂയിസ് കൺട്രോളും അതുപോലെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് കൺട്രോളിങ് സെറ്റപ്പുകളായിരുന്നു കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഇന്റീരിയറിൽ 2 പനോരമിക് സൺറൂഫിനുള്ള ഒരു പ്രൊവിഷന് കൂടി ഈ ഒരു മോഡലിന്റെ ഹയർ വേരിയൻസിന് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എഞ്ചിനും ഗിയർ ബോക്സും എല്ലാം സെയിം തന്നെയായിരുന്നു. ഈ ഒരു വാഹനത്തിന് ഒരു CVT ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് സ്പോർട്സ് മോഡിന്റെ കൂടി ഒരു പ്രൊവിഷൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. സീറ്റിന്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ ഹയർ വേരിയൻസിന് നമുക്ക് ഇതിന്റെ വെന്റിലേറ്റഡ് സീറ്റും അതുപോലെ തന്നെ പ്രീ ഹീറ്റിങ്ങിനുള്ള ഒരു സെറ്റപ്പ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാഹനത്തിന് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ് ഡ്രൈവറിനും കോ ഡ്രൈവറിനും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല കംഫോർട്ടിലിരുന്ന് നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കാൻ പറ്റുന്നതാണ്. സീറ്റിംഗ് പൊസിഷനെ പറ്റി പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു വിഷൻ ത്രൂ ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സെൻട്രലായിട്ട് തന്നെ വന്നിട്ട് ആംറസ്റ്റിന്റെ ടോപ്പിലായിട്ട് ഒരു കമ്പാർട്ട്മെന്റും അതിന്റെ താഴെ വേറൊരു സ്റ്റോറേജിനുള്ള ഒരു കമ്പാർട്ട്മെന്റ് കൂടി വന്നിരിക്കുന്നു എന്ന് പറയാം. ഗിയർ സെലക്ടിന്റെ പ്രൊവിഷനിലെല്ലാം ഒരു വുഡ് ട്രിം ഇൻസേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് സിഗരറ്റ് ലൈറ്റിനുള്ള ഒരു പ്രൊവിഷൻ കൂടി വന്നിരിക്കുന്നു എന്ന് പറയാം. ഈ ഒരു മോഡലിലെ കീയുടെ ഏരിയയിലോട്ടൊക്കെ വരുമ്പോൾ നിസാന്റെ മിക്ക മോഡലുകളിലും വന്നിരിക്കുന്ന പോലെ ആ ഒരു ഓവൽ ഷേപ്പിൽ തന്നെയാണ് കീ വന്നിരിക്കുന്നത്. അതിൽ തന്നെ ലോക്ക് അൺലോക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ഒരു കീലെസ് എൻട്രി ആണ് വന്നിരിക്കുന്നത്. എങ്കിൽ കൂടി കീയുടെ ഒരു പ്രൊവിഷൻ നമുക്ക് മിത്സുബിഷി ഔട്ട്ലാൻഡറിലെല്ലാം കണ്ടതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഡെമ്മി മൊഡ്യൂൾ അതിൽ ഇൻസേർട്ട് ആയിട്ടിരിക്കും. അങ്ങനെ ഒരു പ്രൊവിഷൻ തന്നെയാണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് അതൊന്ന് കറക്കി സ്റ്റാർട്ട് ചെയ്യാം, ബട്ട് അത് ഊരിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിന്റെ ഹയർ വേരിയൻസ് നമുക്ക് കീ ജസ്റ്റ് വെക്കാനുള്ള ഒരു സ്ലോട്ടും പുഷ് സ്റ്റാർട്ടിനുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അതിന് പിന്നെ ഈ ഒരു വാഹനത്തിന്റെ സ്റ്റിയറിംഗിന്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ ടിൽറ്റ് ഓപ്ഷൻ വന്നിരിക്കുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. പിന്നെ ആ ഒരു കോമ്പിനേഷൻ സ്വിച്ചിന്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഫീലാണ് ആ ഒരു കോമ്പിനേഷൻ സ്വിച്ച് തന്നിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഫ്യൂൽ ഗേജും RPM ഗേജും കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ഇവിടെ നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് പോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും ഫോൾഡബിളും ആയിട്ടുള്ള ഒരു മിററാണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത്. അതിനുള്ള ഒരു സെറ്റപ്പ് സെറ്റപ്പുകൾക്കെല്ലാം സ്വിച്ചുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡോർ പാൻ്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ ഇന്റീരിയർ വന്ന പോലെ തന്നെ ഒരു ഡുവൽ ടോൺ ഫിനിഷിങ്ങിലാണ് ഡോർ പാഡ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഇവിടെയാണ് നമുക്ക് ആ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊവിഷനും അതുപോലെ തന്നെ ഫ്യൂവലിന്റെ ആ ഒരു ക്യാപ്പ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. പിന്നെ ഇതിന്റെ ഹയർ വേരിയൻസിന് ഡ്രൈവർ സൈഡ് സീറ്റിന് 2
മെമ്മറി ഓപ്ഷൻസ് കൂടി അവൈലബിൾ ആണ്. പിന്നെ ആ ഒരു വുഡൻ ട്രിം ഇൻസേർട്ട് കൂടി ആ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമുക്കിനി ഈ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് റോയൊക്കെ ഒന്ന് നോക്കാം. വളരെ ലക്ഷറി ഫിനിഷിങ്ങിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ എല്ലാ എലമെൻറ്റ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീറ്റിങ്ങിൻ്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ നിസാൻ്റെ തന്നെ ലെതർ മെറ്റീരിയലാണ് ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ അപ്പോഴ്സറിയും വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണെന്ന് തന്നെ പറയും. ഈ ഒരു സീറ്റിൻ്റെ ആ ഒരു ഡിസൈനിങ് അല്ല, ഒരു ലക്ഷറി വാഹനം ആ ഒരു കോൺസെപ്റ്റിലായിരുന്നു നിസാൻ ഈ ഒരു മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെൻട്രലായിട്ട് തന്നെ ഒരു ആംറസ്റ്റിനുള്ളൊരു പ്രൊവിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സിനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിന് വേറൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. നമുക്ക് അകത്തുനിന്ന് ക്യാബിനിൽ നിന്ന് തന്നെ നമുക്ക് ബൂട്ടിലോട്ട് എന്തെങ്കിലും സാധനം വെക്കാനോ എടുക്കാനോ ഉള്ള ഒരു സെറ്റപ്പ് കൂടി ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ടണലിൽ അത്യാവശ്യം ഒരു ഡീസൻറ്റ് ഹൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഒരു 3 പേർക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് റോയിൽ അത്യാവശ്യം നല്ല കംഫർട്ടിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്കിലായിട്ട് തന്നെ ഒരു 2 AC വെൻറ്റിനുള്ളൊരു സെറ്റപ്പ് കൂടി ഈ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മോഡൽ ഓടിക്കുന്ന സമയത്ത് ഒരു V6 എഞ്ചിൻ്റെതായ ഒരു കംഫർട്ടും പവറും എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ ഗിയർ ബോക്സിനെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ CVT ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. ഗിയർ ഷിഫ്റ്റിങ്ങും ഒന്നും തന്നെ നമ്മൾ അറിയുന്നില്ല. നമ്മുടെ വണ്ടി അങ്ങ് ഒറ്റ ഫ്ലോയിൽ അങ്ങ് പോകുന്ന ഒരു ഫീൽ തന്നെയാണ് ഈ ഒരു മോഡൽ തരുന്നത്. ഓവർടേക്കിങ്ങിൻ്റെ ടൈമിലായാൽ കൂടിയും ഒരു ഇഷ്യൂസും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുമ്പോഴും 4 ഡിസ്ക് ബ്രേക്കാണ്, EBD ആണ്, ABS എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു കറക്റ്റ് ഒരു ബ്രേക്കിംഗ് ഫീല് കൂടി നമുക്ക് ഈ ഒരു മോഡലിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ സ്പീഡൊന്നും കയറുന്നതൊന്നും നമ്മൾ അറിയ പോലും ഇല്ല. ഒരു ബോഡി റോളോ ഒരു ഫാക്ടേഴ്സ് പോലും നമ്മൾ അറിയുന്നില്ല. ജസ്റ്റ് ഒരു ഫ്ലോയിൽ നമ്മൾ അങ്ങ് കൊണ്ടുപോകുന്ന ഒരു ഫീലാണ് ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്തത്. അത്രത്തോളം പ്രൈസിങ്ങും എല്ലാം വന്നൊരു വണ്ടിയായിരുന്നു. പിന്നെ വണ്ടി അങ്ങ് എടുത്തുകൊണ്ട് പോകുന്നൊരു ഫീലുണ്ട്. നല്ല വൺ ടു ഡ്രൈവ് ആയിട്ടുള്ള ഒരു മെഷീൻ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വണ്ടി റവ് ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ട് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ക്രൈസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണിത്. ഇപ്പോഴായാലും നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന വണ്ടി സെയിലിനുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു മോഡൽ നോക്കി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ആ സാറിൻ്റെ നമ്പർ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിലും ഓൺ സ്ക്രീനിലും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിസാൻ്റെ ഈ ഒരു ടെനയുടെ സീരീസിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വാഹനം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.